നമസ്കാരം. വീണ്ടും മണിപ്പീച്ച് മലയാളം യൂട്യൂബ് ചാനൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. നിങ്ങളെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട ദിവസമാണ്. നമസ്കാരം സർ. നമസ്കാരം. ഈ ഇത്രയ്ക്കും ഡൊമസ്റ്റിക് ഇൻഫ്ലോസ് ഇരുന്നും യുഎസ് മാർക്കറ്റ് ആൻഡ് സൗത്ത് കൊറിയ മാർക്കറ്റ് ഇതിനെക്കാട്ടിലും നമ്മൾ വെറി അണ്ടർ പെർഫോം ചെയ്യേണ്ട കാരണം ഫെഗെ എന്താണ് സർ? വിറ്റുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിൽക്കുന്നു. അത് കാരണം അങ്ങനെ ഒരു കാരണം ഇരിക്കുന്ന സമയം ഇത്രയും ദൂരം വിൽക്കുന്നു എന്നാൽ ഫണ്ടമെന്റലി ഏതോ ഇരിക്ക ഒരു പ്രോഡക്റ്റ് ചെയ്തില്ല. V2 ആണ്. ഇപ്പോൾ എയർബസ്സേ വന്ന് ഇന്റർനെറ്റ് നോക്കിയെങ്കിൽ പ്ലസ് പ്ലെയിൻ നമ്മൾ തന്നെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നു. ചില എന്ത് നടന്നിരിക്കുന്നു എന്ന് രതൻ ടാറ്റ എയർബസിന് പറഞ്ഞിരിക്കുന്നു. ഇന്ന സമയം എന്ത് പറഞ്ഞിരിക്കുന്നു എന്നാൽ എൻ്റെ പ്ലെയിൻ ഇന്ത്യയിൽ അസംബിൾ ചെയ്യാൻ കോൺട്രാക്ട് കൊടുത്താൽ തന്നെ വാങ്ങും എന്ന് പറഞ്ഞിരിക്കുന്നു. ഒരു ടാറ്റയെ പിടിച്ച് കോൺട്രാക്ട് കൊടുത്തു. ടാറ്റ നെറ്റ് ബോൾട്ട് സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്തു. പിന്നെ ഫ്ലൈറ്റ് നോക്കാൻ വെച്ചു. പ്രൗഡ് മൊമെന്റ് രതൻ സർ വി ഡിഡ് സർ എന്നൊക്കെ പറയും. ഇതെന്താണ് ഡിഡ്? കാർസിന് പാട്ട് കാറിലെ കൊടുക്കുന്നു. എന്നാൽ നിങ്ങൾ കാത്തിയിട്ടുണ്ട് എല്ലാ പാട്ട് ചേർത്തുകൊണ്ട് ഫ്ലൈറ്റ് പറക്കുന്നു. ഇപ്പോൾ സർ, ഇപ്പൊ ഇതിലുള്ള സംശയം എന്തെന്ന് വെച്ചാൽ സൗത്ത് കൊറിയയെ കാട്ടിന് നമ്മൾ അണ്ടർ പെർഫോമറായി ഇരിക്കുന്നു എന്നാൽ എല്ലാവരും കാശിനെ എടുത്തുകൊണ്ട് വെളിയിൽ പോകുന്നു എന്നാലും ഇപ്പൊ നമ്മളെ മാർക്കറ്റ് എന്തൊക്കെ അണ്ടർ വാല്യൂഡ് ആയിരിക്കുന്നല്ലേ സർ? കുറച്ചിറങ്ങിയിരിക്കുകയാണല്ലേ. ഇൻ ദി ഏർണിംഗ്സ് ഗ്രോത്ത് ഫാളിംഗ് ഫാസ്റ്റർ ദാൻ വാട്ട് യു പ്രൊജക്റ്റഡ്. പ്രോഫിറ്റേ ഇല്ല ഇതിന്റെ കമ്പനീസ് ഏതിലും. ഏർണിംഗ്സ് ഒക്കെ ഇട്ട് നോക്ക്. ഓക്കെ സാർ, ഇപ്പോ 4-5 കൊല്ലമായിട്ട് റിട്ടേൺസ് ഇല്ലാത്ത കമ്പനി എന്ന് പറഞ്ഞ് ഒരു സെറ്റ് ഓഫ് കമ്പനീസ് എടുത്തിരിക്കുന്നു സാർ. സാർ അതിനെ നോക്കി പറയുവാണെങ്കിൽ, അതായത് ഇപ്പോൾ അണ്ടർ വാല്യൂഡ് ആയിരിക്കുന്നത് கொஞ்சம் പറയുവാണെങ്കിൽ ഇതൊരു ടിഫൻ കോഫി റേഞ്ചിൽ ചെയ്യാൻ പറ്റുമോ എന്ന് ശ്രമിക്കും സാർ. റിലയൻസ് 4 കൊല്ലം കൊണ്ട് റിട്ടേൺ അല്ല. 5 വർഷമോ 4 വർഷമോ? 4 വർഷം സാർ. ഞാൻ പറയുന്നതൊക്കെ ടു ദി പോയിന്റ് ഇല്ല സാർ, ഒരാളെ ഹോൾ നമ്പർ ആയിട്ട് പറയുന്നത് സാർ. അതല്ലെങ്കിൽ 5 കൊല്ലം കൊണ്ട് റിട്ടേൺ ഇല്ല, 4-5 വർഷം റിട്ടേൺ ഇരിക്കുക. എന്താ സാർ ഇങ്ങനെ പറഞ്ഞു? ഇങ്ങനത്തെ കാര്യങ്ങൾ മാനുഫാക്ചർ ചെയ്യുമെന്നാൽ അവരെ റീറ്റെയിൽ ജിയോ വിറ്റുകൊണ്ട് സ്പേസ് എക്സ് ഈവൻ ചെയ്തത് അവർ ഞാൻ ചെയ്തു എന്ന് പറഞ്ഞ് കുതിച്ചുകൊണ്ടിരിക്കും. അതന്നെ സാർ, ഇപ്പൊ സ്പേസ് എക്സ് വേറെ പണക്കാരായെന്ന് പറഞ്ഞു നടന്നിപ്പോ വലിയ ന്യൂസ് ആകുന്ന സമയം ഇത് ഇയാൾ വന്നിട്ട് ഇന്ത്യയിൽ ഞാൻ ഇങ്ങനെ ഒരാളുണ്ട്. അങ്ങനെ തന്നെ ഈ റീറ്റെയിൽ ജിയോനെ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് പോയിട്ട് പിന്നെ ഒരു ഫാൻസി വാല്യുവേഷനും ഇട്ട് ഇതെന്നാ ഞാൻ തന്നെ എന്ന് പറയും. ജിയോ റീറ്റെയിൽ IPO ഇപ്പില്ലെങ്കിൽ അഡീഷന് വരുന്നില്ലല്ലോ. എന്നിട്ട് HAL സാർ 6.5 വർഷമായിട്ട് ഒരു അപ്ഡേറ്റ് ഇല്ല സാർ. വാല്യൂ വളരെ ഹൈ ആണ്. ഏഷ്യൻ ക്ലെയിംസിലും അതേ പ്രോബ്ലം ഇരിക്കും. ഇഷ്ടയും ഇതേ പ്രോബ്ലം ഇരിക്കും. ഇത് സുസുക്കി സാർ 8 വർഷമായിട്ട് ഒന്നുമില്ല സാർ. വളരെ അഗ്രസീവായിട്ട് ഇലക്ട്രിക് വെഹിക്കിളിനെ പുഷ് ചെയ്തോണ്ടിരിക്കുന്നത് സാർ. ടാറ്റ പുഷ് ചെയ്തോണ്ടിരിക്കുന്നു. ഡീലിംഗ് ചെയ്യുന്നത് സാർ. വിറ്റാറൊക്കെ വളരെ കോസ്റ്റ്ലി കാർ. ടിയാഗോയിൽ വന്നിട്ട് അവർ ബാറ്ററി സർവീസ് കൊടുക്കുന്ന കാരണം ഇവരും കൊണ്ടുവന്നിരിക്കുന്നു. അതായത് ഇലക്ട്രിക് എപ്പോ മാറ്റർ എന്ന് വെച്ചാൽ % ഓഫ് ദി ടേൺ ഓവർ ഇലക്ട്രിക് ചെയ്ത് വരണം. അപ്പൊ തന്നെ റൂം പോലെ ഇരിക്കുന്നു സാർ. പെട്രോളിൽ 20% എത്തനോളെ കലർന്ന് വിട്ടാ മാക്സിമം അടികളിൽ ഈ ഫ്യൂൽ പമ്പ് പ്രശ്നം വരും. ഇങ്ങനത്തെ ന്യൂസ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് കാണാൻ പറ്റുന്നു. മെയിൻലി ജർമ്മൻ കാർസിലാണ് ഈ പ്രോബ്ലം വരുന്നു എന്ന് പറയുന്നു. ഇത്തനാൽ വേറെ കഥ. അതായത് നമ്മൾ റൈസിന്, അതായത് അരിശീന് 43 രൂപയ്ക്കാണ് വാങ്ങുന്നു. 53 രൂപയിൽ വന്നിട്ട് മിനിമം സപ്പോർട്ട് പ്രൈസ്, ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, ചാർജ്, ഗോഡൗണിൽ സ്റ്റോറേജ് ചെയ്യേണ്ട ചാർജ് 43 രൂപയ്ക്കാണ് നമ്മൾ കയ്യിൽ കിട്ടുന്നത്. 22 രൂപയ്ക്ക് വിൽക്കുന്നു. 42 രൂപയ്ക്ക് വാങ്ങി 22 രൂപയ്ക്ക് വിൽക്കുന്നു. സബ്സിഡിയിൽ വിൽക്കുന്നു. അതിനെ ഒരു എത്തനോള മാറ്റി ഞങ്ങൾക്ക് തരുന്നു. ഇത് വന്നിട്ട് ഫ്യൂൽ എഫിഷ്യന്റ് ഇല്ല എന്നാൽ ഇത് 43 രൂപയ്ക്ക് വാങ്ങുന്നല്ലേ. ഇതേത് പെട്രോൾ ഡീസൽ അടിച്ചാണ് ഈ പമ്പ് അടിക്കുന്നു വെളിയിലെടുക്കാൻ. ഏഷ്യൻ പമ്പ്സർ കെറോസിൻ ആൻഡ് ഡീസൽസ്. ഇലക്ട്രിസിറ്റി എങ്കിൽ കോൾ യൂസ് ചെയ്യും. ഇതൊക്കെ നോർമൽ ആയിട്ടുള്ളതാണ്. ഇത് വന്നിട്ട് തണ്ണീനെ വന്നിട്ട് വെള്ളത്തിനെ വന്നിട്ട് ഫ്ലഡ് ചെയ്ത് വാട്ടർ ഇൻട്രൻസിങ് ക്രോപ്പ്. ഗ്രാൻഡ് റൈസ് വന്നിട്ട് വാട്ടർ ഇൻട്രൻസിങ് ക്രോപ്പ്. വി ആർ യൂസിങ് ബാറോഡ് എനർജി, പുട്ടിങ് എനഫ് ഫ്യൂൽ ഫോർ ദോസ് എനർജീസ്. ഓൺലി വി ആർ പ്രൊഡ്യൂസിങ് ദിസ്. ആ റൈസിനെ പാതി വിലയിൽ ഓയിലാ മാറ്റി. ഇറ്റ്സ് നോ വെയർ ഇറ്റ് വിൽ റീപ്ലേസ് പെട്രോൾ. So you have to use it from monies and other things. ചെയ്യുമോ എന്നാൽ ഓരോ പീരിയഡ് ഓഫ് ടൈം നമ്മൾ നോക്കിക്കൊണ്ടേയിരിക്കുന്നു. ഇതിനാലെ ആവശ്യമല്ല സാർ. നിങ്ങളുടെ EVക്ക് മാറാനാണ്. EVക്ക് മാറിയ വേറെ ഏത് പ്രശ്നമോ ഇല്ലല്ലോ. ഇരിക്കുമ്പോൾ മാരുതി സുസുക്കി വേണ്ട. എന്തെന്ന് വെച്ചാൽ പാരന്റ് കമ്പനി വന്നിട്ട് ടൊയോട്ടയാണ്. ഇന്ന് ഇലക്ട്രിക് വെഹിക്കിളിന് വന്നില്ല. അവർ വേറെ ഹൈബ്രിഡിലാണ് ഇരിക്കുന്നു. ഇവിടുന്ന് മാത്രമാണ് സ്പെഷ്യലിസ്റ്റ്. M&M ഏറെക്കുറെ 2 കൊല്ലമാണ്. ഡിമാൻഡേ ഇല്ലല്ലോ. ഇപ്പോൾ വന്നിട്ട് അവർ EV സെയിൽസ് കൂടിയിരിക്കുന്നു, SUV സെയിൽസ് കൂടിയിരിക്കുന്നു. വെച്ചാൽ കോൺട്രാക്ട് മാനുഫാക്ചറിൽ ലേബർ ഇല്ല എന്ന് പറയുന്നു. ഓ ദർ ഇസ് എ പ്രോബ്ലം. ഇത് കോട്ടക് മഹേന്ദ്ര 5.5 കൊല്ലമായിട്ട് ഒരു റിട്ടേണോ ഇല്ല. ഓൾറെഡി അവർ ഹൈ വാല്യൂലാണ് ഇരിക്കുന്നു. ഇപ്പോൾ ലോൺ കൊടുക്കുന്നത് കൂടെ കുറച്ചിരിക്കുന്നു. അതാണ് ഇത് അങ്ങനെ തന്നെ സർവേ ആയിക്കൊണ്ട് പോകുന്നു. ഇതിനെക്കുറിച്ച് വലിയ ന്യൂസ് ഒന്നുമില്ല. ബജാജ് ആട്ടോ കൊല്ലം കൊണ്ട് ഒരു റിട്ടേണും ഇല്ല. ആ വാല്യൂവിന് ആവശ്യമില്ലാതെ എനിക്ക് കയറ്റി വിട്ടിരിക്കുന്നല്ലേ.
എന്ന് ഞാൻ പറഞ്ഞു ഈ കൊല്ലം തീരുന്നതും 3 വർഷം ആവും. എന്ത് നടക്കണം എന്നാൽ ഒന്ന് ഓവർ വാല്യൂഡ് ആയിരുന്ന വിറ്റുകൊണ്ട് വെളിയിൽ വരണം. അത് നീ ആരെങ്കിലും മങ്ങാത്ത കളിക്ക് കൊടുക്കുവാണെങ്കിൽ നിന്റെ കാശ് വെച്ചാൽ മങ്ങാത്ത കളിച്ചോണ്ടിരിക്കും. ഇപ്പൊ 2 പോയിന്റ്. ഒന്ന് ഓവർ വാല്യൂ ആയ വിറ്റുകൊണ്ട് വെളിയിൽ വരണം. പ്രോബ്ലം സോൾവ് ആകണമെങ്കിൽ ഒരേ ഒരു വഴി തന്നെ. മ്യൂച്വൽ ഫണ്ടിന് അങ്ങനെ ബ്രേക്ക് കൊടുക്കണമെങ്കിൽ നീ ശരിയാവും. ഇപ്പൊ എന്റെ ചോദ്യം, അതായത് നോർമലായിട്ടുള്ള ജനങ്ങളെടുത്തിരിക്കുന്ന ചോദ്യം എന്തെന്ന് വെച്ചാൽ, ഒന്നാം കാരണം അകത്ത് എൻ്റർ ആവണം, അല്ലെങ്കിൽ ഞങ്ങൾ എക്സിറ്റ് ആവണം. വാല്യൂ കൂടുതലായിരിക്കുന്നു. 2.5-3 വർഷം കൊണ്ട് ഉത്തരം വരുന്നില്ല. അതായത് പ്രോഫിറ്റ് വരുന്നില്ല എന്നാൽ ഇത് ചെയ്യണം. എന്നാ ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ 3 വർഷം കൊണ്ട് വില കുറവായിരിക്കും, എൻ്റർ ആവണം. അപ്പൊ എന്താണ് സാർ ഞങ്ങൾ ചെയ്യേണ്ടത്? കൂടുതൽ എക്സിറ്റ് ആവാം, ഞാൻ വില ഇറങ്ങും. ചാൻസ് ഇരിക്കുന്നു എന്ന് പറയുന്നത്. ഓക്കെ ഇരിക്കുന്നു. അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ ഒരു പോയിന്റ്. ഓവറോൾ മാർക്കറ്റ് അത് ഓവറോൾ വെളിനാടുകളിൽ ഇരുന്ന് കാശ് വരുവാണെങ്കിൽ തന്നെ കയറും. ആൾറെഡി കോർപ്പറേറ്റിൽ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. ഇൻവെസ്റ്റ് ചെയ്യാതെ എവിടെ നിന്നാണ് റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാം? ഇവരെടുത്ത് ബാങ്ക് ഡെപ്പോസിറ്റ് വാങ്ങിയിട്ട് തന്നെ കടം കൊടുക്കും. കടം വാങ്ങി കടം കൊടുക്കും. അങ്ങനെ കടം കൊടുക്കാനേ ഇപ്പോൾ ആൾക്കാരില്ല. ഇങ്ങനെ നീ ഇങ്ങനെ കടം കൊടുക്കും. ഓക്കെ സാർ, ഡാണ്. നന്ദി. ഇവിടെ ഇഷ്ടപ്പെട്ട ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. പറ്റുന്ന ഈ വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും അയച്ച് അവരെ നോക്കാൻ പറയുക. നന്ദി, നമസ്കാരം. നന്ദി. ഇവിടെ ഇഷ്ടപ്പെട്ട ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. പറ്റുന്ന ഈ വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും അയച്ച് അവരെ നോക്കാൻ പറയുക. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. കൊച്ചുങ്ങളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി ബുക്ക് മണി ഫോർ നത്തിങ് എന്ന ഒരു 2ാമത് പാർട്ട്. ചെക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ഈ ഡെപ്പോസിറ്റ് ബില്ലൊക്കെ എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ആശയം എങ്ങനെയാണ് എവോൾവ് ആയി വന്നു, ബാർട്ടറിലിരുന്ന് ഡിമോണിറ്ററൈസേഷൻ വരെയുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട് ഇതിൽ. ഇത് 10 മുതൽ 12 വയസ്സ് വരെയുള്ള കൊച്ചുങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടിരിക്കും. ഈ ബുക്കിന് ഇപ്പോൾ ഒരു സ്പെഷ്യൽ പ്രൈസിൽ 450 രൂപയ്ക്കാളെ കൊടുക്കും. നിങ്ങൾ ഇതിന് യൂസ് ചെയ്യാം. honeypage.com വെബ്സൈറ്റിനെ സബ്സ്ക്രൈബ് ചെയ്യാം. ഒരാഴ്ചയ്ക്ക് 4 പ്രീമിയം ആർട്ടിക്കിളും ഈ ആർട്ടിക്കിൾസ് ഒരു 10-15 ഇടുന്നു. ഇത് സബ്സ്ക്രിപ്ഷൻ മൂലം നിങ്ങൾ ഇതിനെ ഉപയോഗിക്കാം. ഒരു മാസത്തിന് വെറും 99 രൂപ മാത്രമാണ്. ഞാൻ പറയുന്ന കോൺസെപ്റ്റ്സിനൊക്കെ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്കാണ് ഇതിൽ ഇടുന്നത്. ഇത് നിങ്ങൾ വായിക്കുവാണെങ്കിൽ എനിക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടാകും. നന്ദി, നമസ്കാരം. നമസ്കാരം. കൊച്ചുമേക്ക് വേണ്ടി ഒരു പുസ്തകം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ടും പോയി. ആ പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ ഈ ടീമിൽ എനിക്ക് കോൺടാക്ട് ചെയ്യാം. താഴെ ഇരിക്കുന്ന നമ്പർ എന്നെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കോൺടാക്ട് ചെയ്യാം. ഇതുമൂലം ആ പുസ്തകം എനിക്ക് വാങ്ങാം. മറ്റ് പുസ്തകങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വാട്സപ്പ് മൂലം നിങ്ങൾക്ക് വാങ്ങാം, അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിച്ചും നിങ്ങൾക്ക് വാങ്ങാം. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.